ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെഡാറ് കോമ്പിനേഷൻസ് ആണ് കേട്ടോ, ബട്ടൂരിയും മയോണൈസ് ചിക്കൻ കറിയും. ശരിക്കും പറയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ബട്ടൂരി ഇല്ലാതെ സൽക്കാരങ്ങളില്ല എന്ന് തന്നെ പറയാം കേട്ടോ. നമ്മുടെ തലശ്ശേരി ഭാഷയിൽ ഇതിന് ബട്ടൂരി എന്നാണ് പറയാറുള്ളത്. പൊതുവേ ബട്ടൂര എന്നാണ് തോന്നുന്നു പറയാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു രണ്ട് കോമ്പിനേഷനും നിങ്ങൾ എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതോ നിങ്ങളുടെ സൽക്കാരങ്ങളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഐറ്റം എന്നുള്ളതോ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബട്ടൂരിലേക്ക് ആവശ്യമായിട്ടുള്ള മാവൊന്ന് റെഡിയാക്കിയതിന് ശേഷം ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കണം. നമുക്കൊന്ന് ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ചൂടി കൂടി പോകാനും പാടില്ല, ചൂട് കുറയാനും പാടില്ല. അടുത്തത് നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ഈസ്റ്റ് ചേർക്കുന്ന സമയത്ത് പല കമൻസും കാണാറുണ്ട്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഏതാണ്, ഡ്രൈഡ് ഈസ്റ്റ് ഏതാണെന്നുള്ളത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ, ചെറിയ തരിമണികൾ പോലത്തത്. അതുപോലെ തന്നെ ഡ്രൈഡ് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ചെറിയ കടുക് വലുപ്പത്തിലുള്ള കുഞ്ഞു ബോൾസ് ആയിട്ടുള്ള ടൈപ്പ് വരുന്നുണ്ടല്ലോ, അതാണ് കേട്ടോ ഡ്രൈഡ് ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റ് ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഇതുപോലെ പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 to 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. അടുത്തത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 കപ്പ് എന്ന് പറയുന്നത് 250 ml 2 കപ്പ് അളവിലാണ് മൈദ എടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്ത ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമായിട്ടും ചേർക്കണേ. അപ്പോൾ ഓവർ പുളിയുള്ളത് ചേർക്കാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, വെളിച്ചെണ്ണ ചേർക്കണ്ടേ. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യം തന്നെ ഇതൊന്ന് കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓയിലും അതുപോലെ തന്നെ തൈരും ഒക്കെ എല്ലാ ഭാഗത്തുനിന്ന് പൊടിയുടെ എത്തിക്കോട്ടെ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പാലിൻ്റെ ഈസ്റ്റ് മിക്സ് ഉണ്ടല്ലോ, അത് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ, എന്തായാലും ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പാല് മാത്രം പോരാ കേട്ടോ, ഇത് കുഴച്ചെടുക്കാനായിട്ട് ഒരല്പം വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഇത് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഇത്രയും ലൂസിൽ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഓവർ ടൈറ്റായിട്ട് കുഴച്ചെടുത്താൽ നമുക്ക് ബട്ടൂരി നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു പാകത്തിനൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിന് കുറച്ചൊരു ഓയിൽ നന്നായിട്ട് നമ്മുടെ ഈ ഒരു ബൗളിൻ്റെ സൈഡിലും അതുപോലെ തന്നെ മാവിലൊക്കെ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കണം കേട്ടോ. നമ്മുടെ മാവ് ഒട്ടും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈസ്റ്റ് ചേർക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി പോവും. എത്ര അടച്ച് വെച്ചാലും നമ്മൾ നന്നായിട്ടൊന്ന് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അതുപോലെ ഡ്രൈ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ തടവിന് ശേഷം ഇതുപോലത്തെ ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എങ്കിലേ നമുക്ക് നന്നായിട്ട് മാവ് പൊങ്ങി കിട്ടുള്ളൂ. ഒട്ടും ഡ്രൈ ആയി പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതുപോലെ ചുരുങ്ങിയത് 2 മണിക്കൂർ എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. അപ്പോൾ ഡബിൾ സൈസിൽ ഇത് പൊങ്ങി കിട്ടും. അപ്പോൾ മാവ് ഇവിടുന്ന് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മയോണൈസ് ചിക്കൻ കറിയാണ് റെഡിയാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഏറ്റവും ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾ ചിലപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നവർ തന്നെയായിരിക്കും, എന്നാൽ നിങ്ങൾ കൂട്ടത്തിൽ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും കേട്ടോ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മാത്രം മതി കേട്ടോ. 2 വലിയ സവാള നോക്കിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചി, പിന്നെ ഒരു കുഞ്ഞു വെളുത്തുള്ളി കേട്ടോ, ഒരുപാട് വലുപ്പമുള്ളതൊന്നും എടുക്കണ്ട. പിന്നെ പച്ചമുളക് എരിവ് നോക്കിയിട്ട് എടുക്കുക. ഒരു 5 or 6 ഒക്കെ എടുക്കുക കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, വെറും കുരുമുളക് പൊടി പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എരിവിന് നോക്കിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കണേ.
അതിനുശേഷം നമ്മളിത് എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ടാക്കി എടുക്കുന്നുണ്ട്, ക്ലീൻ ചെയ്തിട്ട് കട്ടാക്കി എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റ്യൂവിലേക്ക് മെയിനായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചിക്കൻ സ്റ്റ്യൂ, മട്ടൺ സ്റ്റ്യൂ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നല്ല കോമ്പിനേഷനായിട്ട് എല്ലാവരും സെലക്ട് ചെയ്യുക ഇതുപോലത്തെ സ്റ്റ്യൂസ് ആണല്ലേ. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കറിയാണ് കേട്ടോ, ഇതിനും ബട്ടൂരയ്ക്ക്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ കഴുകിയൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സവാള കട്ട് ചെയ്യുന്നത് ചോപ്പറിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ചെറുതായിട്ട് കൈ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചോപ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തിനാണ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും, പിന്നെ ഇതൊരു നല്ല തിക്കായിട്ട് ഗ്രേവിയോടുകൂടിയുള്ള കറിയാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ ഇതുപോലെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഓവർ പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കണ്ട കേട്ടോ, ചതച്ചെടുക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാണേ. അപ്പോൾ ഇതുപോലെ ഞാൻ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറിക്ക് വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ, ആ ഒരു ടേസ്റ്റും മാറിപ്പോകും. അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ നല്ലത്. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ചൊന്ന് കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള സവാള മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് സവാള നന്നായിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാള നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. ഒട്ടുമിക്ക ആളുകൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ അടപ്പ് തുറക്കുന്ന സമയത്ത് ആ പാനിലേക്ക് അടപ്പിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നില്ലേ, അത് നമ്മൾ കളയാൻ പാടില്ല കേട്ടോ. ഡയറക്റ്റ് പാനിലേക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണേ, ആ ഒരു വെള്ളം മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മാത്രം അടപ്പ് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലാതെ പെട്ടെന്ന് തന്നെ കരിവ് ഫ്ലേവർ വരും. എന്നിട്ട് ഏതാണ്ട് 1 മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ, കാരണം നമ്മൾ ഫസ്റ്റ് കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം ചിക്കനിന് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം വരും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒട്ടും തന്നെ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല, പക്ഷെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുത് കേട്ടോ, അപ്പോൾ ചിക്കനിന് ഇത്രക്കാര്യം വെള്ളം ഇറങ്ങി വരില്ല. ലോ ടു മീഡിയത്തിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ, മീഡിയത്തിൻ്റെ ഇടയിലായിട്ട് മാത്രം മതി, എങ്കിൽ നന്നായിട്ട് തന്നെ ചിക്കന് വെള്ളം ഇറങ്ങി കിട്ടും. അപ്പോൾ ഇതാ ലാസ്റ്റ് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അഥവാ നിങ്ങൾക്ക് അടിക്കയറ്റം പിടിക്കുന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഉള്ളവരാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ടല്ലേ ഈ കറി ഇരിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം പോലെ ആയിട്ട് വീണ്ടും അത് വറ്റിച്ചെടുക്കാൻ ടൈം എടുക്കും, ചിക്കൻ്റെ ടേസ്റ്റും കൂടുതൽ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് എക്സ്ട്രാ കിട്ടും കേട്ടോ. ഇനി നമുക്കിത് അടപ്പ് തുറന്ന് വെച്ചിട്ട് അടച്ച് വെക്കരുത്, നന്നായിട്ട് ഒരു മീഡിയത്തിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഈ ഒരു ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം, നല്ല തിക്കാക്കി എടുക്കണേ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പം നല്ലപോലെ തിക്കായിട്ട് ഗ്രേവിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്.
അപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നേരെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ സോഫ്റ്റായിട്ടും ഉണ്ട്. പിന്നെ എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നന്നായിട്ട് തന്നെ പൊങ്ങാറുണ്ടായിരുന്നു കേട്ടോ. ഇതെന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ചുറ്റി വെച്ചിട്ടുള്ള ആ ഒരു റാപ്പില്ലേ, ക്ലിങ് റാപ്പ്, അതിൽ ചെറിയൊരു ഹോൾസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ലാസ്റ്റ് മാവൊക്കെ പൊങ്ങി വരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് ഇത് ഭയങ്കര സമയം എടുത്തിട്ട് പൊങ്ങുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോൾസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ, എയർ പുറത്തേക്ക് പോയിട്ടാണ്. പക്ഷേ വേറെ കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ മാവ് ഒരു 1/2 മിനിറ്റ് നേരം ഞാൻ വീണ്ടും ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് ഒരു പതുക്കെ ഓവർ ബലം കൊടുക്കാതെ കുഴച്ചെടുക്കണേ. അതിനുശേഷം ഇതാ ഓരോരോ ബോൾസായിട്ട് ഞാൻ ഉരുട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ ബോൾസാക്കി എടുക്കരുത്, കുറച്ചൊരു വലുപ്പത്തിൽ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഉരുട്ടി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ആ ഒരു ക്ലീൻ റാപ്പോ അല്ലെങ്കിൽ ഒരു അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യമുള്ള ഓരോരോ ബോൾസ് എടുത്തിട്ട് മാത്രം പരത്തി കൊടുക്കുക. മൊത്തത്തിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ മാവ് ഈസ്റ്റൊക്കെ ചേർത്തില്ല, പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നല്ല തണുപ്പും കൂടിയാണ്, അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇതാ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കാം. പരത്തി കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ വലുപ്പത്തിലായിട്ട് പരത്തിയെടുക്കേണ്ട. കുറച്ചൊരു നമ്മൾ കുബൂസിനൊക്കെ കുറച്ച് കനത്ത് പരത്തുമല്ലോ, ആ ഒരു രീതിക്കൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഭട്ടൂരൊക്കെ എപ്പോഴും അങ്ങനെയാണ് പരത്തിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ടാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു 1/4 ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു കട്ടിക്ക് വേണേൽ പരത്തിയെടുക്കാനായിട്ട്, എങ്കിലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഭട്ടൂര കിട്ടുള്ളൂ. എന്നിട്ട് ഈ ഒരു പ്ലേറ്റിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓവർ പൊടി കൊണ്ട് കളിക്കണ്ട കേട്ടോ, അപ്പോൾ പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതാ അടുത്തതും ബാക്കിയുള്ളതും മൊത്തത്തിൽ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ഭട്ടൂരയുടെ മാവ് പെട്ടെന്ന് ഡ്രൈ ആവും, കാരണം നമ്മൾ ഈസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നതല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചായിട്ട് പരത്തുന്നതിന് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സെലുവാണ് കേട്ടോ, എനിക്ക് ചുട്ട് തരുന്നത് എൻ്റെ അനിയത്തി. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് ചുട്ട് തരുന്നുണ്ട്. അതുപോലെ ആരെങ്കിലും നിങ്ങൾ പരത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വേറെ ആരൊക്കെ ഉണ്ടെങ്കിൽ ചുടിച്ച് കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ സെലു ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് പാൻ ചൂടായ സമയത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് 3 ബോൾ ഏതാണ്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അത് ചുട്ട് കഴിയാറാകുമ്പോൾ ബാക്കിയുള്ളത് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ കവർ ചെയ്ത് വെക്കണേ. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതൊരു ഭട്ടൂരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മളെ മാവൊക്കെ കുഴച്ചത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലപോലെ വീർത്ത് വരും കേട്ടോ, പെട്ടെന്ന് തന്നെ. എന്നിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ കുറച്ചൊന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നിങ്ങൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിയും, ഉള്ളു വേവില്ല. അപ്പോൾ ഈസ്റ്റൊക്കെ ഇട്ടതല്ല, അതുകൊണ്ട് തന്നെ വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് മീഡിയത്തിലോട്ടേക്ക് വെക്കുക, കുറച്ചൊന്ന് മീഡിയത്തിൽ നിന്ന് കുറച്ച് കൂട്ടി വെക്കുക, അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുക തീയുടെ ചൂടിനനുസരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ഭട്ടൂര റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ അവൾ തകൃതിയായിട്ട് ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ ജോലികളൊക്കെ രണ്ടാൾക്കൂടെ ഒന്നിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഏതാണ്ട് ചുട്ട് അവൾ ഇടുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഭട്ടൂര മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഭട്ടൂരയുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ളി ഇതുപോലെ കാണാൻ പറ്റണം, എങ്കിൽ നല്ല പെർഫെക്റ്റ് ആയി എന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ. അങ്ങനെ നമ്മുടെ ഭട്ടൂര റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഇനി ഒരു ഐറ്റം കൂടി ചേർക്കാണ്ട്, മയോണൈസാണ് കേട്ടോ. നിർബന്ധമായിട്ടും ചേർക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതന്നെ 2 മുട്ടയുടെ മയോണൈസാണ് അടിക്കുന്നത്. അപ്പോൾ മുട്ടയിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 1/2 കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതിയോളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് സ്പീഡപ്പായിട്ട് പറയുന്നതേ ഉള്ളൂ കേട്ടോ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ടോട്ടൽ 3/4 കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നേരത്തെ ചിക്കൻ കറി ഇതാ നല്ലപോലെ തിക്കാക്കി എടുത്ത കറിയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ മയോണൈസ് മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ 1/2 കിലോ ചിക്കനൊക്കെ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മുട്ടയുടെ മയോണൈസ് മാത്രം അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മയോണൈസ് ഒഴിക്കുമ്പം ശ്രദ്ധിക്കുക, ചിക്കൻ നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ മയോണൈസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ മയോണൈസ് ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ.
അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്